നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ വിശ്വസ്ത പോരാളിയാണ് ഫ്രഞ്ച് നിർമ്മിത മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ. കാർഗിൽ യുദ്ധത്തിലും ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലും നിർണായക പങ്കുവഹിച്ച ഈ യുദ്ധവിമാനങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള വലിയൊരു നീക്കത്തിലാണ് പ്രതിരോധ മന്ത്രാലയം. മിറാഷ് യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര മാർക്ക് 1 മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ നീക്കത്തെ കാണാം. എന്താണ് അസ്ത്ര മിസൈലിൻ്റെ പ്രത്യേകത? DRDO വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ ഒരു BVR മിസൈലാണ് അസ്ത്ര. കണ്ണിൽ കാണാത്ത ദൂരത്തുള്ള ശത്രു യുദ്ധവിമാനങ്ങളെ കൃത്യമായി തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ശബ്ദത്തേക്കാൾ 4 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ അസ്ത്രയ്ക്ക് കഴിയും. ശത്രുവിൻ്റെ റഡാറുകളെ കബളിപ്പിക്കാനുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് ഇതിലുണ്ട്. ഇതുവരെ സുഖോയ് 30 MKI തേജസ് യുദ്ധവിമാനങ്ങളിൽ മാത്രമാണ് അസ്ത്ര വിജയകരമായി ഘടിപ്പിച്ചിരുന്നത്. നിലവിൽ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് നിർമ്മിത മിഖ മിസൈലുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ അസ്ത്ര മിസൈലുകൾ ഘടിപ്പിക്കുന്നതിലൂടെ ചില പ്രധാന നേട്ടങ്ങളുണ്ട്. വിദേശത്തു നിന്ന് മിസൈലുകൾ വാങ്ങുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ അസ്ത്ര ലഭ്യമാകും. ഒരു മിഖ മിസൈലിൻ്റെ വിലയുടെ 1/3 മാത്രമേ അസ്ത്രയ്ക്ക് വരുന്നുള്ളൂ. യുദ്ധസമയത്ത് മിസൈലുകൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. നിലവിലുള്ള മിസൈലുകളേക്കാൾ കൂടുതൽ ദൂരപരിധി അസ്ത്ര നൽകുന്നതിലൂടെ ശത്രുവിന് അരികിലെത്താതെ തന്നെ ആക്രമണം നടത്താൻ ഇന്ത്യൻ പൈലറ്റുമാർക്ക് സാധിക്കും. ഒരു വിദേശ വിമാനത്തിൽ തദ്ദേശീയ മിസൈൽ ഘടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. യുദ്ധവിമാനത്തിൻ്റെ സോഫ്റ്റ്വെയറിലും ലോഞ്ചറുകളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതിനായി ഏകദേശം 100 മിറാഷ് 2000 വിമാനങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്താനാണ് വ്യോമസേനയുടെ പദ്ധതി. ഇത് പൂർത്തിയാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണശേഷി ഇരട്ടിയാകും. ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള ദൂരത്തെ ഈ നീക്കം കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.